ഇന്ന് ലോകത്തിലെ ഏറ്റവും ടോപ്പ് വലിയ രാജ്യങ്ങളായ അമേരിക്ക, റഷ്യ, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെല്ലാം വലിയ രീതിയിൽ ഭയപ്പെടുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ വേഴ്സസ് ഇറാൻ എന്ന് പറയുന്ന ആ ഒരു യുദ്ധം തന്നെയാണ്. അപ്പോൾ ഇറാൻ ആ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത്തവണ ഇസ്രായേൽ വെറുതെ വിടുന്ന പോലെ തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ സ്ട്രോങ് ആയിട്ട് റിറ്റാലിയേറ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ പല ഇൻ്റലിജൻസ് ഏജൻസിയും പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ. അതുമാത്രമല്ല ഈ ഒരു യുദ്ധത്തിൽ 2 ട്വിസ്റ്റുകളാണ് നടന്നത്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലും ഇറാനുമായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് ആദ്യത്തെ തവണയാണ് അവർ നേരിട്ട് യുദ്ധം ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനെതിരെ ഇറാൻ തുടങ്ങിയ ഈ ഒരു യുദ്ധത്തിൽ ഇറാനെ ചതിക്കാൻ വേണ്ടി അറബ് നേഷൻസ് തന്നെ കൂട്ടിച്ചേർന്നു എന്നുള്ളതാണ് സത്യം. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതുപോലെ തന്നെ ജോർദാൻ തുടങ്ങിയ അറബ് നേഷൻസ് തന്നെ ഇസ്രായേലിൻ്റെ എതിരെ ഇവർ വലിയ ശത്രുക്കളാണെങ്കിലും പക്ഷേ ഇറാന് എതിരെ വരുമ്പോൾ ഇവർ ഇസ്രായേലിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അറബ് നേഷൻസ് എല്ലാം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് ഇറാനെ ഇത്രമാത്രം എതിർക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ തിരിച്ചടിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ പിന്നീട് എന്തെല്ലാം ഭവിഷ്യത്തുകളാണ് സംഭവിക്കാൻ പോകുന്നത്, അതിന് അമേരിക്ക എങ്ങനെ റിയാക്ട് ചെയ്യും, അമേരിക്ക അതിന് സപ്പോർട്ട് പോകുമോ? മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ പൊസിഷൻ എങ്ങനെയാണ്, ഇന്ത്യക്ക് ഇത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. ഒന്നാമത്തെ ദിവസത്തെ യുദ്ധത്തിൽ തന്നെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ചെറുതായിട്ട് ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇന്ത്യ കാത്തിരിക്കുന്നത് ഉള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇറാൻ വേഴ്സസ് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഇവരുടെ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ 3ാമത്തെ വീഡിയോ ആണ് ഇത്. 1ാമത്തെ വീഡിയോയിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഏതെല്ലാം സ്ട്രൈക്കാണ് ഉപയോഗിച്ചത്, അതുപോലെ തന്നെ എന്തെല്ലാം വെപ്പൺസ് ആണ് ഉപയോഗിച്ചത് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ, അത് ഇസ്രായേലിന് എത്രമാത്രം ഡാമേജ് ക്രിയേറ്റ് ചെയ്തു, അതും ആ വീഡിയോയും കാണാത്തവർക്ക് താഴെ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഇത് 3ാമത്തെ വീഡിയോ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് താഴെ തംസ് അപ്പ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all. നമ്മൾ ആദ്യത്തെ പോയിന്റ് നോക്കാം. ഇസ്രായേൽ വേഴ്സസ് ഇറാൻ എന്ന് പറയുന്ന യുദ്ധം വരുമ്പോൾ അറബ് നേഷൻസ് എല്ലാം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഇറാനെ അവർ എന്തുകൊണ്ടാണ് വെറുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അറബ് നേഷൻസ് എല്ലാം ഇവിടെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ ജോർദാൻ തന്നെയാണ്. ജോർദാൻ എന്ന് പറയുന്ന ഒരു അറബ് മുസ്ലിം കൺട്രിയാണ്. അപ്പോൾ ഇവർ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കാതെ ഇറാൻ്റെ കൂടെയാണ് ശരിക്കും നിൽക്കേണ്ടത്. പക്ഷേ ഈ ഒരു യുദ്ധത്തിൽ നോക്കുകയാണെങ്കിൽ ഇറാനും ഇസ്രായേലും ഡയറക്റ്റ് അറ്റാക്കായിരുന്നു നടത്തിയിരുന്നത്. അപ്പോൾ ഇറാനും ഇസ്രായേലും ഡയറക്റ്റ് ബൗണ്ടറി ഷെയർ ചെയ്യാത്തതുകൊണ്ട് തന്നെ മറ്റ് കൺട്രിയുടെ എയർ സ്പേസ് ഉപയോഗിച്ചിട്ടാണ് അവർ അറ്റാക്ക് നടത്തേണ്ടതായിട്ട് ഉള്ളത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ വിട്ട ഐസൈൽസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡ്രോൺസ് എല്ലാം തന്നെ സിറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ എയർ സ്പേസിലൂടെയാണ് ഇസ്രായേലിലോട്ട് വന്നത്. അപ്പോൾ ഈ ഡ്രോൺസിനെല്ലാം തന്നെ ജോർദാൻ്റെ എയർ സ്പേസ് ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് കുറേയധികം ഡ്രോൺസിനെയും അതുപോലെ തന്നെ മിസൈൽസിനെല്ലാം ഷോട്ട് ഡൗൺ ചെയ്തു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല അമേരിക്കയ്ക്കും UK-ക്കും ജോർദാൻ്റെ എയർ സ്പേസ് ഉപയോഗിക്കാൻ വേണ്ടി അവർക്ക് പെർമിഷനും കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്ലെയിം. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലെയിം വന്നപ്പോൾ ജോർദാൻ വിചാരിച്ചു ഇറാനും ജോർദാനുമായിട്ട് ഒരു ചെറിയ പ്രശ്നം വരുമല്ലോ എന്ന് കരുതി ജോർദാൻ പെട്ടെന്ന് ഈ ഒരു വിഷയം മെല്ലെ മാറ്റുന്നു. ജോർദാൻ പറഞ്ഞത് ഞങ്ങൾ ഇസ്രായേലിനെ ഫുള്ളായിട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല അങ്ങനെ ചെയ്തത്. ആ എയർ സ്പേസ് മിസൈൽസ് എല്ലാം ഞങ്ങളുടെ എയർ സ്പേസിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു ആക്ഷൻ ചെയ്തത്, അല്ലാണ്ട് ഞങ്ങൾ ഇറാനെ എതിർക്കാൻ വേണ്ടിയല്ല ഇങ്ങനെ ചെയ്തേ എന്ന് പറഞ്ഞ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു. പക്ഷേ ഇതിൽ പലർക്കും ഒരു ഡൗട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാൻ അടക്കം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു ഞങ്ങൾ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് ജോർദാൻ അങ്ങനെ ചെയ്തതെന്ന്. ഇനി രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ സൗദി അറേബ്യയും UAE-യും കൂടെ ഇങ്ങനെയുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടെല്ലാം തന്നെ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ UK-ക്കും ചോർത്തി കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഇവരും ഇസ്രായേലിന് അനുകൂലമായ ഒരു തീരുമാനമാണ് എടുത്തത് എന്നാണ് പറയുന്നത്. ഏകദേശം രാത്രിയായിരിക്കും ഇറാൻ അറ്റാക്ക് തുടങ്ങാൻ പോകുന്നത്, അതുപോലെ തന്നെ വെപ്പൺസ് ഏതൊക്കെയായിരിക്കും ഉപയോഗിക്കുന്നത്, ഇതെല്ലാം പ്രെഡിക്റ്റ് ചെയ്ത് അവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടെല്ലാം തന്നെ അമേരിക്കയ്ക്കും UK-ക്കും കൊടുത്തു. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയ്ക്കും UK-ക്കും കൃത്യമായി പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ഇസ്രായേലിനെല്ലാം തന്നെ അത് കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യാനും പറ്റി. അതുകൊണ്ട് ഇവിടെ UAE-യും സൗദി അറേബ്യയും ഇസ്രായേലിന് അനുകൂലമായ ഒരു തീരുമാനമാണ് എടുത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ കൊടുത്ത ഇൻ്റലിജൻസ് റിപ്പോർട്ടെല്ലാം തന്നെ കൃത്യമായിരുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ആ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചായിരുന്നു ഇൻ്റർനെറ്റിൽ തന്നെ ഈ ന്യൂസ് എല്ലാം സ്പ്രെഡായത്. അതിനെ തുടർന്ന് നമ്മളും ഒരു വീഡിയോ എല്ലാം പബ്ലിക്കായി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ രാത്രിയായിരിക്കും അറ്റാക്കുകൾ തുടങ്ങുന്നത്,
ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മിസൈൽസും ഡ്രോൺസും ആയിരിക്കും കൂടുതലും ഉപയോഗിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇങ്ങനെ അതായത് ഇവർ കൊടുത്ത ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ ബേസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതിലൊരു ചോദ്യം വരുന്നു, അതായത് എല്ലാ അറബ് നേഷൻസും ഇറാന് എതിരെ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നോ എന്നുള്ളത്. എന്നാൽ ഇത് ഫുള്ളായിട്ടും ചതിച്ചു എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇറാനും ഈ ഒരു കാര്യം ആവശ്യമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇറാനും ഫുള്ളായിട്ടും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം ഇറാനും ഇല്ലായിരുന്നു എന്നുള്ളതാണ് എല്ലാ ജിയോ പൊളിറ്റിക്സ് എക്സ്പേർട്സും പറയുന്നത്. ഇതിൻ്റെ കാരണം പ്രൂവ് ചെയ്യാനുള്ള ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ UAEയും അതുപോലെ തന്നെ സൗദി അറേബ്യയെല്ലാം ഇങ്ങനെ റിപ്പോർട്ടുകൾ കൊടുത്തു എന്ന് പറഞ്ഞൊരു വിമർശനം വെക്കുന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മൊസാദും അതുപോലെ തന്നെ അമേരിക്കയുടെ CIA എല്ലാം തന്നെ അവരുടെ ഇൻ്റലിജൻസ് ഏജൻസി എല്ലാം തന്നെ കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വിട്ടിട്ടും അവർ വീണ്ടും അറ്റാക്കുകൾ തുടർത്തു. അപ്പോൾ ക്ലിയറായി ഒരു ഡാമേജ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം തന്നെ അവർ അറ്റാക്ക് ചെയ്യില്ലായിരുന്നു. 1-2 ആഴ്ച തള്ളിക്കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് അറ്റാക്കോ അവർ നടത്തുള്ളായിരുന്നോ. പക്ഷേ ഇതിൽ അവർക്കും വലിയൊരു അറ്റാക്ക് കൊടുക്കണം എന്നുള്ളത് ഇല്ലായിരുന്നോ. അവിടെയുള്ള ഡൊമസ്റ്റിക് ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇറാൻ ഈ ഒരു അറ്റാക്ക് നടത്തിയത് എന്നുള്ളതാണ് പലരും പറയുന്നത്. ഇതിൻ്റെ ബെസ്റ്റ് ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, അതായത് അവർ മേജറായ സ്ഥലങ്ങളെല്ലാം അറ്റാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇസ്രായേലിന് വലിയ ഡാമേജ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇറാനും ഇസ്രായേലിനെ വലിയ രീതിയിലൊന്നും ഹെർട്ട് ചെയ്യണം എന്നുള്ളത് ഒരു ഉദ്ദേശം ഇല്ല. അങ്ങനെയുണ്ടെങ്കിൽ അവർ വേറെ ഏതെങ്കിലും അതായത് അറ്റാക്കുകൾ മാറ്റി പിടിച്ചേനെ അല്ലെങ്കിൽ അവരേതെങ്കിലും ദിവസം മാറ്റി പിടിച്ചേനെ എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും സംശയമുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എല്ലാ അറബ് നേഷൻസിൻ്റെയും കോമൺ ശത്രുതയുള്ള ഒരു രാജ്യമാണെങ്കിലും പക്ഷേ ഇറാന് എതിരെ യുദ്ധം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരെല്ലാം തന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്? അപ്പോൾ ഇതിൻ്റെ പ്രധാനമായും പ്രിൻസിപ്പൽ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. അതായത് അറബ് നേഷൻസ് എല്ലാം നമ്മൾ പൊതുവെ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും റിച്ചസ്റ്റ് ആയ നേഷൻസ് ആണ്. അതായത് ഇപ്പോൾ സൗദി അറേബ്യ ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, ജോർദൻ, ബഹ്റൈൻ അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ അവർ ഇച്ചിരി റിച്ചാണ്. കാരണം അവരുടെ മാക്സിമം സോഴ്സും വരുന്നത് ഓയിൽ റിസോഴ്സിൽ നിന്നാണ്. അപ്പോൾ ഇത്രമാത്രം റിച്ചായ കൺട്രീസ് എല്ലാം തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അറബ് നേഷൻസ് എല്ലാം എപ്പോഴും ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അതായത് അവർ വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അവർ പൂർണ്ണമായിട്ടും ഇപ്പോൾ സൗദി അറേബ്യയിലെല്ലാം തന്നെ ഫുട്ബോളിനെയാണ് അവർ കൂടുതലും ആകർഷക വസ്തുവായി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ അവർ ഫ്യൂച്ചറായിട്ട് തിങ്ക് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു യുദ്ധം ആർക്കും തന്നെ താല്പര്യപ്പെടുന്നില്ല. അതായത് ഇപ്പോൾ ഇസ്രായേൽ വേഴ്സസ് ഇറാൻ എന്ന് പറയുന്ന യുദ്ധം തുടങ്ങുകയാണെങ്കിൽ അത് എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റ് അറബ് നേഷൻസിനെയും അത് ബാധിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആക്രമണം എങ്ങനെയും അവർക്ക് തടഞ്ഞു നിർത്തണം എന്നുള്ളതാണ് എല്ലാ അറബ് നേഷൻസിൻ്റെയും ഇവിടെ കോമൺ വാണ്ട്. അതുകൊണ്ടാണ് ജോർദനും അവരുടെ എയർ സ്പേസ് ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ടെല്ലാം തന്നെ അമേരിക്കയ്ക്കും UK-ക്കും എല്ലാം കൊടുത്തതും. അതുപോലെ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ UAEയും ബഹ്റൈനും കൂടെ 2020 ഇസ്രായേലിനെ ഒരു രാജ്യമായിട്ട് തന്നെ അവർ റെക്കഗ്നൈസ് ചെയ്ത ഒരു റിപ്പോർട്ടും ഉണ്ട്. അതായത് അമേരിക്ക കൊണ്ടുവന്ന അബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്ന ആ ഒരു എഗ്രിമെൻറ്റിലും അവർ പൂർണ്ണമായിട്ടും സൈൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ അബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്ന അത് കുറേ വർഷത്തെ ഡിപ്ലോമാറ്റിക് പ്രസൻസും അതുപോലെ തന്നെ കുറേ ഡിപ്ലോമാറ്റിക് തീരുമാനങ്ങളെല്ലാം അമേരിക്കയും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് എടുത്ത ഒരു തീരുമാനമാണ്. ഇതിൽ ആദ്യത്തെ 2 രാജ്യങ്ങൾ അതായത് UAEയും അതുപോലെ തന്നെ ബഹ്റൈനുമാണ് ആദ്യമായിട്ട് ഇതിൽ സൈൻ ചെയ്യുന്നത്. അതിനുശേഷം സൗദി അറേബ്യയും ഈ ഒരു അബ്രഹാം അക്കോർഡ്സിൽ അവരും ഓക്കെ റെഡി എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഹമാസ് വേഴ്സസ് ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു യുദ്ധം വരികയും പിന്നെ അവർ അബ്രഹാം അക്കോർഡ്സിൽ നിന്ന് പിന്മാറുകയും ചെയ്തത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ സൗദി അറേബ്യ, UAE, ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെ ശത്രുക്കളായി നിന്ന് അവർ മെല്ലെ അതൊരു ഫ്രണ്ട്ഷിപ്പ് രീതിയിലോട്ട് മാറാൻ തുടങ്ങിയോ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതായത് ഇസ്രായേൽ ഇറാനെതിരെ അറ്റാക്കുകൾ നടക്കുമ്പോൾ അത് പിന്നീട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുകയെന്ന്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ അനുസരിച്ച് ഇറാനെതിരെ ഇസ്രായേൽ ഏകദേശം അടുത്ത 48 to 72 മണിക്കൂറിനുള്ളിൽ ഒരു മേജർ അറ്റാക്ക് നടത്താനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് റെസ്പോണ്ട് ചെയ്യാൻ ഇറാനും തിരിച്ച് അറ്റാക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇറാൻ ഇത്രയും വലിയൊരു അറ്റാക്ക് നടത്തി ഇസ്രായേലിന് വലിയ ഡാമേജ് ഒന്നും വരുത്തിയില്ലെങ്കിലും ഇസ്രായേലിന് അതായത് പേരുകൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭീതിയുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഇസ്രായേലിൽ ഒരു വാർ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഇവരിൽ പല ഡിസിഷൻസ് എടുക്കും. അതായത് വാറിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടും പഠിച്ചിട്ട് ഇപ്പോൾ നമ്മൾ യുദ്ധത്തിന് പോകുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത് ഇതെല്ലാം അവർ അനലൈസ് ചെയ്തിട്ട് അവർ പുതിയതായിട്ട് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യും. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും തിരിച്ചടിക്കണം എന്നുള്ളതാണ്. അതിനനുസരിച്ച് ഇസ്രായേൽ അവർ തിരിച്ചടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഇറാനെതിരെ ഒരു അറ്റാക്ക് നടത്തരുത് എന്ന് അമേരിക്കയും UK എല്ലാം ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ഇസ്രായേലിൻ്റെ സപ്പോർട്ട് ഫുള്ളായിട്ടും പിൻവലിക്കും എന്നാണ് ഇപ്പോൾ അമേരിക്ക ഒരു വാർണിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വലിയ രാജ്യങ്ങളൊന്നും ഇല്ലാതെ അമേരിക്ക പോലെ
ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാതെ ഇസ്രായേൽ ഡയറക്റ്റായിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ അതായത് ഗ്ലോബലിനെ ഫുള്ളായിട്ടും അവോയ്ഡ് ചെയ്ത് ഇസ്രായേലിനെ അറ്റാക്ക് നടത്താൻ കഴിയുമോ എന്ന് വെച്ചാൽ ഒരു സെർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ അവർക്ക് നടത്താൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു അതായത് തനിച്ചൊരു അറ്റാക്ക് പോകണമെങ്കിൽ അതിന് 5 പ്രിൻസിപ്പിൾസ് മെയിനായിട്ടും അവർക്ക് വേണം. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അവരുടെ എക്കണോമി സ്ട്രോങ് ആയിരിക്കണം. പക്ഷേ ഇസ്രായേലിൻ്റെ എക്കണോമി എടുത്തു നോക്കുകയാണെങ്കിൽ ഹമാസിൻ്റെ ആ വാർ തൊട്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള എക്കണോമിക് ഗെയിൻ ഒന്നുമില്ലായിരുന്നു. അവരൊരു സ്ട്രഗ്ലിംഗ് പൊസിഷനിലാണ്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സപ്പോർട്ട്, അതായത് വലിയ വലിയ രാജ്യങ്ങളുടെ സപ്പോർട്ട് വേണം. പക്ഷേ ഈ ഒരു സമയത്ത് US-ഉം UK എല്ലാം തന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ മടിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വലിയ യുദ്ധം വരികയാണെങ്കിൽ അത് US-ക്കും അതുപോലെ തന്നെ UK-ക്കെല്ലാം ബിയർ ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി റഷ്യ ഉക്രൈൻ വാർ കൊണ്ട് അവർ കുറേയധികം എമൗണ്ട് സ്പെൻഡ് ചെയ്താണ്. അതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിൽ യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ല. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മിലിറ്ററി സപ്പോർട്ട്, അതായത് നമ്മുടെ മിലിറ്ററി എത്രമാത്രം സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിൽ ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും മിലിറ്ററി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇസ്രായേൽ വെൽ അഡ്വാൻസ്ഡ് ആയ മിലിറ്ററിയാണ് ഇസ്രായേലിൻ്റെ അടുത്തുള്ളത്. പക്ഷേ വലിയ ആൻറ്റി സബ്മറീൻസും അതുപോലെ തന്നെ ക്രൂയിസ് മിസൈൽസ് എല്ലാം കൂടുതലും ഇറാൻ്റെ ഭാഗത്താണ് ഉള്ളത്. അതായത് ഡ്രോൺസ് എല്ലാം തന്നെ ഇറാനെ ഒരിക്കലും ഇസ്രായേലിനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം അഡ്വാൻസ്ഡ് ആണ് ഇറാൻ. അപ്പോൾ ഇതിൽ രണ്ടിലും കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം അതായത് ഇവരുടെ അടുത്തും കുറച്ച് പ്ലസ് പോയിൻ്റ് ഉണ്ട്, അവരുടെ അടുത്തും കുറച്ച് പ്ലസ് പോയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ജയം ഉറപ്പാവുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പല്ല. കാരണം ഇത് രണ്ടുപേരും യുദ്ധം നടക്കുകയാണെങ്കിൽ വേറൊരു അതായത് പുറമേ നിന്നൊരു പാർട്ടി വരാതെ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ പോലെ തന്നെ അത് നീണ്ടു പോകാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഇതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നം രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമല്ല ലോകത്തുള്ള പല രാജ്യങ്ങൾക്കും വരാൻ ചാൻസസ് ഉണ്ട്. ഇനി അഞ്ചാമത്തെ എന്താണെന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് സപ്പോർട്ട്. അപ്പോൾ ഇത് ഇറാനെ സംബന്ധിച്ചോളം വലിയ രീതിയിൽ കൂടുതലാണ് എന്നുള്ളതാണ് കാര്യം. അതായത് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ അടിക്കാൻ പോവുകയാണെങ്കിൽ അവരുടെ ഡൊമസ്റ്റിക് സപ്പോർട്ട് എപ്പോഴും കൂടുതലാണ്. അതായത് അറബ് നേഷൻസിലുള്ള പല രാജ്യത്തിലുള്ള ആൾക്കാരും ഇറാനെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇസ്രായേൽ വേഴ്സസ് ഹമാസ് യുദ്ധത്തിൽ എല്ലാവരും ഇസ്രായേലിനെതിരെ തീരുമാനമാണ്. പക്ഷേ അറബ് നേഷൻസെല്ലാം അറ്റാക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു സങ്കടം മാത്രമോ അവിടെയുള്ള ഡൊമസ്റ്റിക് ആൾക്കാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എന്തായാലും അവർക്ക് ഡൊമസ്റ്റിക് സപ്പോർട്ട് ഇറാനെ സംബന്ധിച്ചോളം ഉണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ കേസ് അതല്ല. അതായത് പ്രൈം മിനിസ്റ്റർ നെതന്യാഹുവിൻ്റെ തീരുമാനങ്ങൾ പലതും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള യുദ്ധം വീണ്ടും വീണ്ടും നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് അവിടെയുള്ള ജനങ്ങൾ പലരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഡൊമസ്റ്റിക് സപ്പോർട്ടൊന്നും ഇല്ലാതെ അമേരിക്ക ഇറാനെയും ഇറാഖിനെയും എല്ലാം അടിച്ച പോലെ തന്നെ അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ അടിക്കുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരുമ്പോൾ അതായത് ഇസ്രായേൽ ഡയറക്റ്റായിട്ട് അടിക്കാൻ പറ്റുമോന്ന്. പക്ഷേ ഇതിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ഇസ്രായേൽ അമേരിക്കയോ റഷ്യയോ അല്ല. കാരണം അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒരേ സോഴ്സ് ഓഫ് ഇൻകം അല്ല വരുന്നത്. അതുപോലെ തന്നെ അവരുടെ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ലോകത്തുള്ള പല രാജ്യങ്ങൾക്കും അതായത് പല രാജ്യങ്ങളെന്നല്ല ഒരു രാജ്യങ്ങൾക്കും അവരുടെ ഒപ്പം കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവർ വെൽ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണെങ്കിലും അതായത് ഇപ്പോൾ ഒരു വേൾഡ് വാർ നടക്കുകയാണെങ്കിൽ പോലും അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു നിൽക്കാനുള്ള കഴിവും അതുപോലെ തന്നെ അവർക്ക് വെപ്പണുമുണ്ട്. പക്ഷേ ഇത് ഇസ്രായേലിൻ്റെ കേസിലും ഇറാൻ്റെ കേസിലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധ. ഇനി മൂന്നാമത്തെ കാര്യങ്ങൾ അതായത് ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ്. അപ്പോൾ ഈ ഒരു യുദ്ധം തുടരുകയാണെങ്കിൽ ഇന്ത്യയുടെ ട്രേഡ് ബാധിക്കുമെന്നറിയാം. അതുപോലെ തന്നെ പല തീരുമാനങ്ങളും അതായത് ക്രൂഡ് ഓയിലിൻ്റെ വിലയെല്ലാം കൂടും. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ എക്കണോമിയും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യക്കും വലിയ രീതിയിലുള്ള പ്രശ്നമായി കരുതപ്പെടുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ടുപേരും സമാധാനത്തോടെ പറഞ്ഞ് തീർക്കേണ്ട ഒരു പ്രശ്നമാണ്. അല്ലാതെ ഇത് രണ്ടും ഒരു യുദ്ധമായി കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യയുടെ അഭിപ്രായം. ഇത് ഇന്ത്യ മാത്രമല്ല, ഇന്ത്യ, ചൈന, റഷ്യ, അമേരിക്ക തുടങ്ങിയ പല രാജ്യങ്ങളും ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും ഇസ്രായേലിനോടും അതുപോലെ തന്നെ ഇറാനോടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്തെല്ലാം മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് തോന്നി കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അടുത്ത വീഡിയോയിൽ അതെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സീ യു നെക്സ്റ്റ് വീഡിയോ.